ജനിച്ചത് ഗുജറാത്തില്, വീട് ജാർഖണ്ഡിലാണെങ്കിലും വളർന്നത് ട്രിവാൻഡ്രത്ത്. പഠിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് എവിടെ വരെ എത്തിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടത്തുള്ള ഇൻസ്റ്റാമാർട്ടിൻ്റെ മുന്നിലാണ്. സമയം ഏതാണ്ട് 10:30 ഇവിടെ വെച്ച് ഞങ്ങൾ അനിത ചേച്ചിയെ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരി ജാർഖണ്ഡ് സ്വദേശിയാണ്. 19 വർഷം മുമ്പ് വീട്ടിലെ പ്രാരാബ്ധം കാരണം ഇവിടുത്തെ ഒരു ഓർഫനേജിലേക്ക് വന്നതാണ് അനിത ചേച്ചി. ഇപ്പോൾ ഇതാ പഠനത്തിനൊപ്പം സ്വന്തം ചെലവ് കണ്ടെത്താൻ വേണ്ടി സ്വിഗ്ഗി ഓടുകയാണ് അനിത ചേച്ചി. ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ജാർഖണ്ഡുകാരി അനിത കണ്ടുളി കേരളത്തിൽ രാത്രി ഏറെ വൈകിയും സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. സ്വന്തം ചെലവിൽ പഠിക്കണം, ഡോക്ടറാവണം, പാവപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കണം. രാത്രി 12 വരെ സ്വിഗ്ഗിയിൽ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും തലസ്ഥാനത്തെ വീടുകളിൽ എത്തിക്കും. സാക്ഷരതാ മിഷന് കീഴിൽ +2 തുല്യതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണിപ്പോൾ. പഠിക്കാൻ നിൽക്കുമ്പോഴാവും ഫോണിൽ അടുത്ത ഓർഡർ വരുന്നത്. പോയ കാലത്തെ വേദനകൾ വേട്ടയാടുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന് ഈ 29-കാരി പറയുന്നു. ഈ ജാർഖണ്ഡിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വരാനുള്ള കാരണം എന്താ? കാരണം എന്നെ പഠിപ്പിക്കാനുള്ള സാഹചര്യം എൻ്റെ പപ്പ മമ്മിക്ക് ഇല്ലാത്തതുകൊണ്ട്. അച്ഛനും അമ്മയും എന്ത് ചെയ്യുമായിരുന്നു? അവര് പപ്പ ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ മേസ്ത്രിയായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചത് ഗുജറാത്തിലാണ്. 5 മക്കൾ ജനിച്ചത് ഗുജറാത്തില്, 6ാമത്തെ കുട്ടി നാട്ടിലാണ് ജനിച്ചത്, ജാർഖണ്ഡിൽ ജനിച്ചത്. അപ്പൊ എല്ലാ കുട്ടികളെയും കൂടെ നോക്കാനുള്ള ഒരു സാമ്പത്തിക അവർക്ക് ആ സമയത്ത് ആ സാഹചര്യം ഇല്ലാത്തല്ലായിരുന്നു. അങ്ങനെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്നെ അവിടുത്തെ ഓഫനേജിൽ ചേർത്ത്, ജാർഖണ്ഡിലെ ഓഫനേജിൽ ചേർത്തപ്പോൾ അവിടെ ബോയ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര ഓർമ്മയുണ്ട്, ബോയ്സ് മാത്രമേ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ എൻ്റെ അപ്പച്ചനാണ് അവിടെ നോക്കുന്നത്. ചാർജിങ് അപ്പച്ചനായിരുന്നു അപ്പം, ഇവിടുത്തെ സോളമൻ അപ്പച്ചൻ. അങ്ങനെ അപ്പച്ചൻ എന്നെ ഇവരെ അന്ന് ഇമെയിലായിരുന്നല്ലോ, ഫോണില്ലായിരുന്നല്ലോ, ലെറ്ററും മറ്റേ കമ്പ്യൂട്ടറിലെ ഗായല്ലേ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ആ പെൺകുട്ടീനെ അവിടെ നിർത്തണ്ട, ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അപ്പം അവരെ ഇങ്ങോട്ട് എവിടുത്തെ ഓഫനേജിലോട്ട് ആക്കി. ജാർഖണ്ഡ് റാഞ്ചിയിൽ കൂലിപ്പണിക്കാരനായിരുന്ന ബിർസിയുടെയും മുന്നീബായിയുടെയും 6 മക്കളിൽ 2ാമത്തവളായി ജനിച്ചു. പട്ടിണിയും ദാരിദ്ര്യവും പിടിമുറുക്കിയതോടെ ജീവിതം ഇരുട്ടിലായി. സഹോദരങ്ങളിൽ പഠിക്കാൻ ഏറ്റവും മിടുക്കി അനിതയായിരുന്നു. അതിനാൽ റാഞ്ചിയിലെ അനാഥാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ വീട്ടുകാർ തയ്യാറായി. എന്നാൽ പെൺകുട്ടികൾക്കുള്ള അനാഥാലയങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പട്ടത്ത് അനാഥാലയം നടത്തുന്ന പാസ്റ്റർ സോളമൻ തോമസ് ജാർഖണ്ഡിലെ അനാഥാലയത്തിൽ വെച്ച് അനിതയെ കണ്ടതോടെ 2005-ൽ കേരളത്തിലേക്കുള്ള വാതായനം തുറന്നു. അന്ന് അനിതയ്ക്ക് 10 വയസ്സ്. തിരുവനന്തപുരത്തെത്തി കുന്നുകുഴി UP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പ്രവേശിച്ചു. വീടും നാടും ഉപേക്ഷിക്കേണ്ടി വന്നതും ഭാഷ അറിയാത്തതും വേദനിപ്പിച്ചു. പക്ഷേ സോളമൻ തോമസിന്റെയും ഭാര്യ ലീലാമ്മയുടെയും സ്നേഹം കരുത്തായി. മലയാളം പതിയെ പഠിച്ചെടുത്തു. PMG സിറ്റി VHSSൽ 10ാം ക്ലാസ് പാസ്സായി. +2-ൽ ഇംഗ്ലീഷും അക്കൗണ്ടൻസിയും തോറ്റു. സാമ്പത്തികവും ബുദ്ധിമുട്ടായതോടെ ഇടയ്ക്ക് പഠനം നിർത്തി നാട്ടിലേക്ക് മടങ്ങി. 2 വർഷം മുമ്പ് തുല്യതാ ക്ലാസ്സിന് ചേർന്നു. SMVയിൽ ശനിയും ഞായറുമാണ് +2വിന്റെ ക്ലാസുകൾ. ഒരു മാസമായി രാത്രി 7 മുതൽ 12 വരെ സ്വിഗ്ഗിയിൽ ഓടുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ സ്കൂളുണ്ട്, അതിലേ പഠിക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ ചെന്നിട്ട്. ഏത് ഓപ്പൺ സ്കൂളാ? സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞിട്ട്. സാക്ഷരതാ മിഷന്റെ കീഴിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പേട്ടയിലാണോ അതിന്റെ ഓഫീസ് വരുന്നത്? അല്ല, ഞങ്ങൾക്ക് പേട്ടയിലാണ്. അവിടെ വന്നിട്ടാണോ അപ്പൊ ക്ലാസ് ഞങ്ങൾക്ക് എവിടെയാ? SMV സ്കൂളിലായിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ക്ലാസ് ഉണ്ട്, ഞാൻ പോണില്ല. കറങ്ങി നടക്കുവാണ്. അല്ല, അത് സൺഡേ സാറ്റർഡേ ഉള്ളൂ ക്ലാസ്. സാറ്റർഡേ സൺഡേ മാത്രമാണ്. അപ്പം സൺഡേയിൽ ചർച്ച് പോകണം, അല്ലെങ്കിൽ എനിക്ക് എവിടെ വർക്ക്. സേ എക്സാം ആണെങ്കിലും ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എത്ര കുട്ടികളുണ്ട്? ഉണ്ട്, 10, 30, 40 പേര് ഒരു ക്ലാസ്. ഈ സ്വിഗ്ഗിന്ന് കിട്ടുന്ന ഇത് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ ആക്ച്വലി സ്വിഗ്ഗിയിൽ ഇതുവരെ എനിക്ക് ഇത് ആയിട്ടില്ല. ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസമായിട്ടില്ല. ഇപ്പൊ കയറിയേ ഉള്ളൂ. ഇപ്പൊ ജോയിനിങ്ങിൻ്റെ കട്ട് ചെയ്തിട്ട് അവർ തരുമെന്നൊക്കെ പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് എവിടെ വരെ എത്തിയത്. സാധാരണ ഡെലിവറി ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി സൈക്കിളിലാണ് അനിതയുടെ യാത്ര. ഇന്ധനത്തിന്റെ തുക ലാഭിക്കാമല്ലോ. ദിവസം ശരാശരി 150 രൂപ കിട്ടും. കുമാരപുരത്തുള്ള ലോഡ്ജിൽ പാചകവും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 13,500 രൂപ മാസം കിട്ടും. ലോഡ്ജിൽ തന്നെയാണ് താമസം. സ്വിഗ്ഗി ഓടവേ ഇടയ്ക്ക് പഠിക്കും. വീട്ടിലെത്തിയിട്ട് പഠനം തുടരും. രാത്രി കിടക്കുമ്പോൾ 3 മണിയാവും. രാവിലെ 6-ന് ഉണർന്ന് ലോഡ്ജിൽ പാചകം ആരംഭിക്കും. സൈക്കിളിലായതുകൊണ്ട് ഓർഡറുകൾ കുറച്ചേ കിട്ടൂ. ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്ന മറ്റുള്ളവർ അവരുടെ സ്കൂട്ടറിൽ
വിടും. പഠനത്തിനുള്ള തുകയ്ക്ക് വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. മിച്ചം കിട്ടുന്ന പണം ജാർഖണ്ഡിലുള്ള കുടുംബത്തിന് അയച്ചു കൊടുക്കും. ജീവിതത്തിൽ ഏറ്റവും നന്ദി പറയുന്നത് മലയാളികളോടാണെന്നാണ് അനിത പറയുന്നത്. ഇവിടെ ഫുഡാണോ ഡെലിവറി ചെയ്യുന്നത് അതോ? ഇല്ല, എനിക്ക് സൈക്കിളുള്ളതുകൊണ്ട് ഇൻസ്റ്റാമാർട്ട് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാമാർട്ട്, അതായത് ഇവിടെ വന്നിട്ട് 7 മണി തൊട്ട് എത്ര മണി വരെ ടൈം വരും? എൻ്റെ 2 പിള്ളേരുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരും അവരവരെ ഓർഡർ അടുത്ത കാണിക്ക് എന്നെ കൂടെ കൊണ്ടുപോകും. ഇവിടെ സേഫ് ആണോ? കേരളം സേഫ് ആണോ? ഞാൻ ഇപ്പോൾ 10 വയസ്സ് മുതൽ ഇവിടെ, 11 വയസ്സ് മുതൽ ഇവിടെ ഉണ്ടല്ലോ, 10 വയസ്സ് മുതൽ വിചാരിക്കാം. അന്ന് മുതൽ ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് സേഫാണ്. ഈ സൈക്കിളിനോട് എന്താ ഇത്ര? സാധാരണ ഇവിടെ എല്ലാവരും 2 വീലറാണ് ഇരിക്കുന്നത്, ഒരേ ഒരാളുടെ സൈക്കിൾ. അതിൻ്റെ കാര്യം എന്താ? കാരണം എനിക്ക് സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമാണ്. അപ്പം ഈ ബൈക്കും സ്കൂട്ടിനേക്കാൾ ഞാൻ പ്രിയപ്പെടുന്നത് എൻ്റെ സൈക്കിൾ. വ്യായാമം കൂടെ, പിന്നെ അത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ അടിക്കണ്ടല്ലോ, കയറ്റ മാത്രം അടിച്ചാൽ മതിയല്ലോ. കേരളം സേഫ് ആണെന്നും മലയാളികൾ സൂപ്പർ ആണെന്നുമാണ് കേരളത്തിൻ്റെ ദത്തുപുത്രിയായ അനിത ചേച്ചി പറയുന്നത്. ക്യാമറാമാൻ അരവിന്ദ് ലെനിനൊപ്പം റിപ്പോർട്ടർ JS ഐശ്വര്യ, കേരള കൗമുദി.